ഓക്കെ. അപ്പൊ നമുക്കിന്ന് പിന്നെ കുറച്ച് ഡോറുകൾ വരക്കാൻ നോക്കാം. കുറച്ച് ഡോറിന്റെ ഡിസൈനുകൾ വരക്കാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം റെക്ടാങ്കിൾ ടൂൾ എടുക്കുക. കീബോർഡിനകത്ത് 6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെക്ടാങ്കിൾ ടൂൾ ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നോർമൽ ഒരു 3 അടിന്റെ അല്ലെങ്കിൽ 90 സെന്റിമീറ്റർ വിടുത്തും 2.10 ഹൈറ്റും വരുന്ന ഡോറുകളാണ് സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോ ഇതിന് മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതല്ലെങ്കിൽ ഇതിന്റെ കമന്റിൽ എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷുകൾ, അതുപോലെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ട്യൂട്ടോറിയലിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള മെഷുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ സ്ക്രീൻഷോട്ട് അയച്ച് ചോദിച്ചാൽ മതി. ഓക്കെ. ഇപ്പൊ നമുക്ക് ആദ്യം റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. നമുക്കൊരു ഒരു 90 വിടുത്തും ഒരു 7 സെന്റിമീറ്റർ വീതിയും വരുന്ന ഒരു നോർമൽ ഡോറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 90,7 അടിച്ചിട്ട് എന്റർ അടിക്കുക. അപ്പൊ അതിനകത്ത് റെക്ടാങ്കിൾ സെറ്റ് ആയിട്ട് വരും. അതിനുശേഷം പി അടിച്ചിട്ട് 2.10 ഹൈറ്റിലോട്ട് അതിന്റെ ഡോറിന്റെ ഹൈറ്റ് 2.10 ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. അതിനുശേഷം നമുക്ക് സെന്റർ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് എഫ് അടിച്ച് ഓഫ്സെറ്റ് എടുക്കുക. ഒരു 7 സെന്റിമീറ്റർ ഓഫ്സെറ്റ് അടിക്കുക. ഈ താഴെ വന്നിട്ട് ഈ ലൈൻ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ. കീബോർഡിനകത്ത് എൽ അടിച്ചു കഴിഞ്ഞാൽ ലൈൻ ടൂൾ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം ഇത് രണ്ടും ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. ഈ ഒരു ലൈന് എറൈസ് ചെയ്തിട്ട് ബാക്കിലോട്ട് പുഷ് ചെയ്ത് വെക്കുക. പി അടിച്ചു കഴിഞ്ഞാൽ പുഷ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിനുശേഷം പുഷ് ചെയ്ത് വെക്കുക. ഓക്കെ. അതിനുശേഷം ഇതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക. മേക്ക് എ കോമ്പോണന്റ് അടിക്കുക. കോമ്പോണന്റ് അടിക്കുമ്പോൾ അതിന് പേര് കൊടുക്കുക. ഓക്കെ. ഞാനത് പ്രോജക്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അതിനുശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ഈ 3 എഡ്ജും സെലക്ട് ചെയ്തിട്ട് കീബോർഡിനകത്ത് എഫ് അടിച്ചിട്ട് ഒരു കട്ടിങ് കൊടുക്കാൻ, ജസ്റ്റ് ഡിസൈനിന്റെ ഭാഗമായിട്ട് കട്ടിങ് കൊടുക്കാൻ വേണ്ടി 2 സെന്റിമീറ്റർ ഓഫ്സെറ്റ് അടിക്കുക. അതായത് എഫ് അടിക്കുക, 2 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഭാഗം ഉള്ളിലോട്ട് 2 സെന്റിമീറ്റർ മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ. അതിനുശേഷം നമുക്ക് ഡോറിന്റെ പോർഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്ടാങ്കിൾ ടൂൾ എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ട് റെക്ടാങ്കിൾ വരയ്ക്കുക. ഇതിനുശേഷം തൽക്കാലം ഇതിന് ഞാൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തുള്ള വാല്യൂ ഒന്ന് നോക്കിയാൽ മതി. നമ്മളിപ്പോ ഒരു 150 ആണ് മാറ്റി വെക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പീസിന്റെ മോഡലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തൊക്കെ കറക്റ്റ് അലൈൻമെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷം ഇതിന് നമുക്കൊരു 3 സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. ഒരു 3 സെന്റിമീറ്റർ തിക്നെസ് കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, മേക്ക് എ കോമ്പോണന്റ് അടിക്കുക. ഓക്കെ. അതിനുശേഷം നമുക്ക് ഈ ഡോറിന് ചെറിയൊരു ഡിസൈന് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലൈന് സെലക്ട് ചെയ്യുക. ഈ ഒരു ടോപ്പ് ഭാഗം സെലക്ട് ചെയ്യുക. ഓക്കെ. അത് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിട്ട് ബൈ 3 അടിക്കുക, ബൈ 4 അടിക്കുക. അപ്പൊ ഒരു 3 കോപ്പി എന്റെ കിട്ടും. ഓക്കെ. അതിനുശേഷം ഈ ഒരു സംഭവം സെലക്ട് ചെയ്യുക. ഈ 3 ലൈനും സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ ഒരു ഇതിടാൻ വേണ്ടിയിട്ട്, അപ്പൊ മുകളിലോട്ടൊരു 0.5, താഴോട്ടും ഒരു 0.5 എടുത്തു വെക്കുക. സോറി, താഴോട്ടൊരു 1 അടിക്കുക. അപ്പൊ ഇങ്ങനെ കിട്ടൂല. ഐ മീൻ ഈ ലൈന് കാര്യങ്ങൾ മാർക്കായി കിട്ടും. എന്നിട്ട് ഈ എക്സ്ട്രാ വരുന്ന ലൈൻ നമുക്ക് ഡിലീറ്റ് ആയി കളയാം. ഓക്കെ. ഓക്കെ. നമുക്ക് അവിടെ ഒരു സ്റ്റീലിന്റെ പട്ട, അതല്ലെങ്കിൽ സ്റ്റീലിന്റെ ഇതോ, അതല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ എന്തെങ്കിലും കൊടുക്കാനാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 0.5 ഉള്ളിലോട്ട് ഒരു ഗ്രൂ പോലെ കൊടുക്കാം. ഓക്കെ. 2 സൈഡിലും ഒരു ഗ്രൂ കൊടുക്കുക. ഓക്കെ. അപ്പൊ നമ്മള് ഗ്രൂ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ബാക്കിലോട്ട് 150 മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പൊ അത് കറക്റ്റ് അവിടെ വന്ന് നിന്നോളും. ഓക്കെ. ഇതിന്റെ ബോട്ടം സൈഡിൽ വന്നിട്ടേ ഈ ബോട്ടം സൈഡ് ഒരു പൊടിക്ക് ഒരു 0.5 ഒക്കെ, ഒരു 0.5 നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് വെക്കണം. ഓക്കെ. ആ ഒരു ചെറിയ ഗ്യാപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലോട്ട് ഹാൻഡിൽ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാം. അത് 3D Warehouse ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഹാൻഡിൽ കാര്യങ്ങളാണ്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഡോർ ലോക്ക് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം.
ഓക്കെ, ഇവിടെ കൊടുന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ മേക്ക് എ കോമ്പോണന്റ്, ഇത് ഓൾറെഡി കോമ്പോണന്റ് ആണ്, അപ്പോൾ കുഴപ്പമില്ല. അതിനെ സെലക്ട് ചെയ്തിട്ട് മിറർ ടൂൾ യൂസ് ചെയ്യുക. 2023 മുതലുള്ള സ്കെച്ചപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്കെച്ചപ്പിനകത്ത് തന്നെ മിറർ ടൂൾ ഉണ്ട്. അതിന് മുന്നത്തെ വേർഷൻ ഉള്ളവർക്ക് പ്ലഗിന് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ JHS പവർ ടൂൾ പറഞ്ഞ പിന്നെ ഈ പ്ലഗിന് കണ്ടോ, ഈ പ്ലഗിനകത്തുള്ള ഓക്കെ, ഈ ഒരു മിറർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ 2022 ആണ് ഞാൻ സ്കെച്ചപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്ലഗിനാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ കൺട്രോൾ എമ്മിലോട്ട് ഷോർട്ട് കട്ട് കാര്യങ്ങൾ അസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്നിട്ട് ഇതിന്റെ സെന്റർ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലോട്ടല്ലേ പ്ലേസ് ചെയ്യുക, ഐ മീൻ മുകളിലോട്ട് ക്ലിക്ക് ചെയ്യുക. പിന്നെ റെഡ് ആക്സസിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിന്റെ കോപ്പി ബാക്ക് സൈഡിലും വരും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ബാക്കില് ഈ ബാക്കിലും ഈ ഒരു ഗ്രൂ നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ 3 ലൈന് സെലക്ട് ചെയ്യുക. 2 സെന്റിമീറ്റർ ഓഫ്സെറ്റ് കൊടുത്തിട്ട് ബാക്കിലോട്ട് 2 സെന്റിമീറ്റർ കൊടുക്കുക. ഓക്കെ, രണ്ടും വേണ്ട, ഒരു സെന്റിമീറ്റർ കൊടുത്താൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1 സെന്റിമീറ്റർ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് തന്നെ മൂവ് ചെയ്തൊക്കെ 2 സൈഡൊന്നും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ബാക്കില് പിന്നെ നമ്മള് ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വേണം, കുളത്ത് കാര്യങ്ങൾ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ലോക്ക് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കേ പിന്നെ ഈ ബാക്ക് സൈഡിലുള്ള ഈ ഗ്രൂ ഇവിടുന്ന് ഒഴിവാക്കാം. ഓക്കെ, ഫ്രണ്ടിൽ മാത്രം മതി ഗ്രൂ. അതിനുശേഷം ഈ ഡോറും ഈ 2 ലോക്കും സെലക്ട് ചെയ്ത് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിനെ ബാക്കിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. ഈ ഒരു ലെവലിൽ മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫ്രണ്ടിൽ ഇതാണ് ഫ്രണ്ട് എന്ന് വരുന്ന ഡിസൈൻ മോഡൽ, ഇങ്ങനെയായിരിക്കും. ബാക്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഇതിനെ ലോക്ക് ചെയ്യുന്ന ആ ലോക്ക് കാര്യങ്ങൾ നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ലോക്ക് കാര്യങ്ങൾ ഇതിലോട്ട്, ലോക്കല്ല, ഈ കുറ്റിയും കൊളുത്തും ഓരോ നാട്ടിലും ചിലപ്പോൾ ഓരോ പേരായിരിക്കും. എന്തായാലും അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ മുകളിലോട്ട് ഇവിടെ വന്നിട്ട്, സോറി, ഓക്കെ, ഇവിടെ വന്നിട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ഒരു ഡോറിനെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. അതിനുശേഷം ഈ സൈഡിന്, എല്ലാ സൈഡിൽ നിന്ന് ഒരു പോയിന്റ്, ഒരു പൊടിക്ക് ഉള്ളിലോട്ട് ഗ്യാപ്പ് കൊടുക്കണം, ഓഫ്സെറ്റ് കൊടുക്കണം. അതിന്റെ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള ലൈന് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കുക. ഓക്കെ, അതിന് ജസ്റ്റ് ഒരു 0.2 ഉള്ളിലോട്ട് ഒരു ഗ്യാപ്പ് കൊടുക്കുക. 3 സൈഡിൽ നിന്നും ഗ്യാപ്പ് കൊടുക്കുക. ഓക്കെ, ബോട്ടം സൈഡ് പിന്നെ നമ്മൾ ഓൾറെഡി കൊടുത്തതാണ്. ഈ ഒരു ചെറിയ ഗ്യാപ്പ് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് ശേഷം ഇതൊന്നും കൂടി അലൈൻമെന്റ് കാര്യങ്ങളൊന്ന് സെറ്റ് ആക്കി വെക്കുക. അതിനുശേഷം ഇതിന്റെ ഒരു കോപ്പി എടുക്കുക. അതിന് വേണ്ടിയിട്ട് റൊട്ടേറ്റ് ടൂൾ എടുക്കുക. അത് ഞാൻ ക്യൂവിലോട്ട് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോറി, ക്യൂ ഡിഫാൾട്ട് ആയിട്ടുള്ളത് തോന്നുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അസൈൻ ചെയ്ത് വെച്ചാൽ മതി. ഇന്ത്യയിൽ എന്തായാലും ക്യൂ ആണ് ഞാൻ അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം ഇവിടെ അതിനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് അതിന്റെ ഒരു കോപ്പി എടുക്കുക. ഓക്കെ, അതിനെ ഇവിടെ വന്ന് സെലക്ട് ചെയ്യുക. താഴെ വന്നിട്ട് അപ്പൊ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ജസ്റ്റ് ഒന്ന് കൺട്രോൾ പ്രസ് ചെയ്ത് അതിന്റെ കോപ്പി എടുത്താൽ മതി. അപ്പൊ നമുക്ക് മൂവ് ചെയ്ത് വെക്കാൻ കറക്റ്റ് കിട്ടും. എന്നിട്ട് അതിന് എക്സ്ട്രാ വന്ന പീസ് ഡിലീറ്റ് ആക്കിയാൽ മതി. ഓക്കെ, ഇതിന്റെ അലൈൻമെന്റ് ഒന്ന് സെറ്റ് ആക്കി വെക്കുക. അതിനുശേഷം ഈ ഒരു പീസ് ഇല്ലേ, അതിന്റെ ഈ ഒരു പീസ് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിന്റെ ഒപ്പം അത് ചെയ്യുന്നില്ല. അത് നമ്മൾ കട്ടിലിന്റെ ഒപ്പമാണ് ഞാനത് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പുറത്ത് പ്ലേസ് ചെയ്യുക. ഓക്കെ, കാരണം ഇത് എനിക്ക് ഈ ഒരു കുറ്റി ഞാൻ ഈ ഡോറിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഡോറ് കണ്ടോ? അതായത് കണ്ടോ, ഈ ഒരു ഡോറിന്റെ ഉള്ളിൽ ഞാൻ അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളത്തതും ഈ സെയിം പരിപാടി ചെയ്യണം. കാരണം ചില കേസിൽ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ടൊക്കെ റെൻഡർ എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കേസിൽ പിന്നെ ഈ മുകളിൽ വരുന്ന ഈ ഒരു സംഭവം ഈ കട്ടിലമ്മയാണ് ഉണ്ടാവുക. അപ്പൊ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡോർ ചെയ്യുന്നത്. അതിനുശേഷം ഈ ബ്ലാക്ക് കളർ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കൊടുക്കാം. ഞാൻ തൽക്കാലം ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അപ്ലൈ ചെയ്യുക. കോമ്പണന്റ് ആയതുകൊണ്ട് രണ്ട് സൈഡിലും അപ്ലൈ ആയിട്ടുണ്ടാവും. പിന്നെ ഏതെങ്കിലും ഒരു കളർ അപ്ലൈ ചെയ്തിട്ട് എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ യൂസ് ടെക്സ്ചർ എന്നാണ് ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു വുഡിന്റെ ടെക്സ്ചർ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം. വുഡോ കളറോ ഏത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ തൽക്കാലം ഇതും ഒരു വുഡിന്റെ കളറിലാണ് ചെയ്യുന്നത്. അതിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിന്റെ അലൈൻമെന്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. എപ്പോഴും നമ്മൾ മാക്സിമം അലൈൻമെന്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് പോകാൻ നോക്കുക. എല്ലാരും ഒന്നും ചെയ്യലില്ല. ചില കേസിൽ ഞാനും അങ്ങനെയൊക്കെ തന്നെ കാട്ടില്ല. പക്ഷെ എന്നാലും മാക്സിമം വൃത്തിക്ക് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ലൈൻ വരച്ചു കൊടുത്തു. ഇവിടെയും നമ്മൾ ലൈൻ വരച്ചു. അതിനുശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് റൊട്ടേറ്റ് 90 കൊടുത്തു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ആയി കിട്ടും. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യുക, മുകളിൽ അപ്ലൈ ചെയ്യുക, ഇവിടെയും അപ്ലൈ ചെയ്യുക. ഓക്കെ, ബാക്ക് സൈഡിൽ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ ലൈൻ കൊടുക്കുക, ആ ടെക്സ്ചർ ഇവിടെ അപ്ലൈ ചെയ്യുക. ടോപ്പ് ഭാഗം പിന്നെ നമ്മൾ കാണൂല, എന്നാലും ജസ്റ്റ് അവിടെ കിടന്നോട്ടെ. ഓക്കെ, എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ബ്ലാക്ക് ലൈൻ കൊടുക്കുക. 3 ലൈനിലും ബ്ലാക്ക് ലൈൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒരു ഡോറ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഇപ്പൊ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം അത് സെപ്പറേറ്റ് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിംഗിൾ ഫയലായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് റിഫ്ലക്ഷൻ 35 ഒക്കെ കൊടുക്കുന്നുണ്ട്. ബമ്പ് യൂസ് ആൽബിനോ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ബമ്പ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിന് ഓൾറെഡി മെറ്റൽ ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പൊ തന്നെ. ഓക്കെ, ഇതിനെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് കമ്പോണന്റ് ആക്കി വെക്കണം കേട്ടോ. എന്നാലേ നമ്മളിപ്പോ ഒരു പ്രോജക്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്കത് എന്താ പറയാ, നമുക്കത് ഒന്നിൽ എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാത്തിനും എഡിറ്റ് ആവുള്ളൂ. ഓക്കെ, ഞാൻ അതിന്റെ ഒരു കോപ്പി എടുക്കുന്നുണ്ട്. കോപ്പി എടുത്തിട്ട് ഇതിനെ മേക്ക് എ യൂണീക്ക് അടിക്കുക. അതിനുശേഷം ഇതിനെ ഇങ്ങോട്ടേക്ക് ഒരു 150 മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഈ ഒരു നമ്മളെ ഡോറ് വരുന്നില്ലേ, അതിനെ മേക്ക് എ യൂണീക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തില്ലേ, ഈ ഒരു ലൈന് കാര്യങ്ങൾ ഒന്ന് ഒഴിവാക്കുക. അതായത് ഉള്ളിലോട്ട് പുഷ് ചെയ്ത് പുറത്തേക്ക് തന്നെ പുഷ് ചെയ്തിട്ട് ഈ എക്സ്ട്രാ വരുന്ന ലൈന് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കുക. ഓക്കെ, ഇതിനുശേഷം ഇതും അതുപോലെ തന്നെ ഒന്ന് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കളർ ഒന്ന് മാറ്റാം. നമുക്കൊരു വൈറ്റ് കളർ ഡോർ, നമ്മൾ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. തൽക്കാലം ഒരു വൈറ്റ് കളറിൽ കൊടുക്കുന്നുണ്ട്. ഒരു വൈറ്റ് ഡോറ് ചെയ്യുന്ന, എന്നിട്ട് അതിന്റെ ഇവിടെ വന്നിട്ട് ഈ മുകളിലത്തെ ഫേസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെലക്ട് ചെയ്യുക. താഴോട്ട് ഒരു 15 സെന്റിമീറ്റർ മൂവ് ചെയ്ത് വെക്കുക. അതിനൊരു 1 സെന്റിമീറ്റർ കൂടി താഴോട്ട് മൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ഒരു ലൈൻ ഇല്ല, അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സംഭവം ഈ രണ്ട് സൈഡിൽ നിന്നുള്ള ലൈൻ വേണമെങ്കിൽ ഒഴിവാക്കാം. അതിനുശേഷം ഇത് സെലക്ട് ചെയ്യുക, രണ്ട് സൈഡിലുള്ള സെലക്ട് ചെയ്തിട്ട് താഴോട്ട് ഒരു 10 സെന്റിമീറ്റർ മൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ഒരു സൈഡ് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഒരു 15 മൂവ് ചെയ്ത് വെക്കുക. ഒരു 10 മതി. സെലക്ട് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഒരു 10 സെന്റിമീറ്റർ മൂവ് ചെയ്യുക. ഒരു 1 സെന്റിമീറ്റർ കൂടി മൂവ് ചെയ്തിട്ട് ഈ ഒരു ലൈന് ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനും ഒരു 10 ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ എക്സ്ട്രാ കണക്ട് ആയിട്ട് കിടക്കുന്ന ഈ ലൈനുകളൊക്കെ ഡിലീറ്റ് ആക്കി
അതൊന്ന് ഡിലീറ്റ് ആക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒരു 0.5 നമുക്ക് ബാക്കിലോട്ട് ഒരു ഗ്രൂ പോലെ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഈ ബ്ലാക്ക് കളർ കോപ്പി ചെയ്യുക, സെലക്ട് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഗ്രൂവിൻ്റെ ഉള്ളിൽ കൊടുക്കുക. എന്നിട്ട് ഇതിനെ ബാക്കിലോട്ട് ഒരു 150 മൂവ് ചെയ്ത് വെക്കുക. ഈ കട്ടില സെലക്ട് ചെയ്യുക, അതിനെ മേക്ക് എ യൂണീക്ക് അടിച്ചിട്ട് വൈറ്റ് കളർ അതിനും അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഡോർ വരുന്നത്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിന്റെ മെറ്റീരിയലും കൂടി ഞാൻ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ കോപ്പി എടുത്ത് വെക്കുക, മേക്ക് എ യൂണീക്ക് അടിക്കുക, സെൻട്രലിൽ വരുന്ന പീസിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, 150 മൂവ് ചെയ്തൊക്കെ. ഈ 150 മൂവ് ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. മറ്റേ നമ്മളിവിടെ ഇങ്ങനെ പിടിച്ച് ഇവിടെ കൊടുത്ത് കണക്ട് ചെയ്ത് വെക്കണ്ടേ. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് വാല്യൂ അറിയുന്നതുകൊണ്ട് കറക്റ്റ് അങ്ങോട്ട് ചെയ്താൽ പോരെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇതിനെ മേക്ക് എ യൂണീക്ക് അടിക്കണം. ഇതിനുശേഷം നമ്മൾ ഈ ഗ്രൂപ്പ് ഒഴിവാക്കുക. എന്നിട്ട് ഈ എക്സ്ട്രാ വരച്ചിട്ടുള്ള ലൈന് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കുക. ഇനി നമുക്ക് പിന്നെ ഈ ലൈന് സെലക്ട് ചെയ്തിട്ട് മൂവ് ടൂൾ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 15 മൂവ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ ഫേസ് സെലക്ട് ചെയ്തിട്ട് ഓഫ്സെറ്റ് ടൂൾ എടുക്കുക, ഒരു 15 സെലക്ട് ചെയ്യുക, ഒരു 10 സെലക്ട് ചെയ്യുക, ഒരു 10 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്യുക. ഇതിനെ നമുക്ക് ഒരു 1 സെന്റിമീറ്റർ കൊടുക്കുക. പിന്നെ അതിനെ വീണ്ടും ഒരു 5 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്യുക, ഇതിനും ഒരു 1 സെന്റിമീറ്റർ കൊടുക്കുക. അതിനുശേഷം ഏകദേശം ഇവിടെ ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഐ മീൻ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനാണ്. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരക്കുക. അതുപോലെ തന്നെ താഴെയും ലൈൻ വരക്കുക. ഈ ഒരു പീസ് ഡിലീറ്റ് ആയി കളയാം. പിന്നെ ഏകദേശം ഒരു ഇവിടെ ഒരു ലൈൻ കൊടുക്കുക. ഈ ഒരു പീസ് ഡിലീറ്റ് ആയി കളയാം. ഇവിടെയും അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അതിന് നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഈ ഗ്രൂപ്പ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, കൺട്രോൾ എം അടിച്ച്, അതായത് മിറർ ടൂൾ യൂസ് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ടും ആ ഗ്രൂ കാര്യങ്ങൾ കാണിക്കുക. എക്സ്ട്രാ വന്നിട്ടുള്ള ലൈനുകളൊക്കെ നമുക്ക് ഡിലീറ്റ് ആയി കളയാം. ഓക്കെ, ഓക്കെ, അതിനെ ഇങ്ങോട്ടേക്ക് 150 മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിന് നമുക്കൊരു വുഡിന്റെ കളർ തന്നെ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കളർ അപ്ലൈ ചെയ്യുക, പണിയും കൊടുക്കുക. എന്നിട്ട് അതിലോട്ടൊരു വുഡ് ലോഡ് ചെയ്യുക. വുഡിന്റെ ടെക്സ്ചർ കാര്യങ്ങൾ നമുക്കൊന്ന് ലോഡ് ചെയ്യാം. ഓക്കെ, ഇവിടെയും ഈ ഒരു കട്ടലിനെ മേക്ക് യൂണീക്ക് അടിക്കുക, അതിനും കളർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ടെക്സ്ചർ കാര്യങ്ങൾ ഒന്ന് അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം മൂന്നാമത്തെ ഡോറ് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അടുത്ത ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇതിന്റെ കോപ്പി എടുക്കുക, മേക്ക് യൂണീക്ക് അടിക്കുക, സെൻറ്റർ പീസ് എടുത്തിട്ട് സെയിം പ്രൊസീജിയർ കാര്യങ്ങൾ നിങ്ങൾക്ക് ബാക്കിയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് നമ്മൾ വരുത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഗ്രൂ കാര്യങ്ങൾ ഒഴിവാക്കുക. ആക്ച്വലി നമ്മൾ ഗ്രൂ കൊടുത്തിട്ടില്ല, ജസ്റ്റ് കളർ മാത്രമേ കാണിച്ചുള്ളൂ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്
അതൊന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഇതില് ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ കാണുന്നില്ലേ? അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ നമുക്ക് ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലഗിൻ ഉണ്ട്, ക്ലീനപ്പ് പറഞ്ഞിട്ടുള്ള. അപ്പൊ ഇതെല്ലാം കൂടി സെലക്ട് ചെയ്യുക. എക്സ്റ്റൻഷനിൽ വന്നു കഴിഞ്ഞാൽ ക്ലീനപ്പ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലീൻ കൊടുത്തു കഴിഞ്ഞാൽ താഴെ ക്ലീനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള എല്ലാ ലൈനുകളും ഡിലീറ്റ് ആവും കേട്ടോ. നമുക്ക് ഇതിന്റെ ഗ്രൂവ് ഒന്ന് കൊടുക്കണം. ഒരു 0.5 ഉള്ളിലോട്ട് ഒരു ഗ്രൂവ് കൊടുക്കുക. ഓക്കെ, അതിനുവേണ്ടി പി അടിക്കുക, ഉള്ളിലോട്ട് പുഷ് ചെയ്യുക ഒരു 0.5. ഒരു 0.5 0.3 ഒക്കെ കൊടുത്താലും മതിയാവും. ഇപ്പൊ തൽക്കാലം 0.5 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ വരിക. അതിനുശേഷം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുകളാണ് ബാക്കിയൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ലൈൻ കൊടുത്ത് സെലക്ട് ചെയ്യുക. ഇങ്ങോട്ടേക്ക് ഒരു 10 വെക്കുക. അതിന്റെ ഒരു 1 സെന്റിമീറ്ററിന്റെ ഒരു കോപ്പി എടുക്കുക. അതിന് ഇങ്ങോട്ടേക്ക് ഒരു 5 സെന്റിമീറ്റർ കോപ്പി എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഇതിന് മുന്നേ ഇവിടെ ഒരു 5 സെന്റിമീറ്റർ, സോറി 10 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ടാപ്പ് കൊടുത്തിട്ട് അതിനുശേഷം ഇത് 3 സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, ഇങ്ങോട്ടേക്ക് വെക്കുക. ഓക്കെ, എന്നിട്ട് അതിന് കളർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യുക. ബാക്കിലോട്ടും കൊടുന്ന് വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ സൈഡിലൊക്കെ ഈ കളർ അപ്ലൈ ചെയ്തിട്ട് ഒന്നും ശരിക്കും നമുക്ക് വിസിബിൾ ആവില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കാത്തത്. ഓക്കെ, ഇനി ഇതിനെ ജസ്റ്റ് ഒരു ഗ്രൂ കൊടുക്കുക. ഒരു 0.3 ഗ്രൂ കൊടുക്കുക. ഓക്കെ, ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് 150 മൂവ് ചെയ്തിട്ട് ഓക്കെ, ഇങ്ങനെ 4 ഇതിന് മുകളിലോട്ട് കോപ്പി എടുത്ത് വെക്കുക. മേക്ക് യൂണീക്ക് അടിക്കുക. ഇതിന് ഇങ്ങോട്ടേക്ക് ഒരു 150 മാറ്റി വെക്കുക. ശേഷം ഇതിന് മേക്ക് യൂണീക്ക് അടിക്കുക. ഇത് കളർ ഒന്ന് മാറ്റാം. നമുക്ക് കളർ മാറ്റാൻ നിർബന്ധമില്ല. പിന്നെ നമ്മളെ പ്രോജക്റ്റിനനുസരിച്ച് മാച്ച് ആയിട്ട് നമ്മൾ എന്തായാലും പിന്നെ എടുക്കുമല്ലോ. ഇപ്പൊ നിലവിൽ ജസ്റ്റ് ഇപ്പൊ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കളർ ഒന്ന് മാറ്റുന്നുണ്ട്. ഇതിന് മേക്ക് യൂണീക്ക് അടിക്കുക. അതിനും ഈ കളർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 10 മൂവ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഒരു 1 സെന്റിമീറ്റർ അടിച്ചിട്ട് ഈ ഒരു ലൈന് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 1 സെന്റിമീറ്റർ മൂവ് ചെയ്യുക. അതിനുശേഷം ഇതിനെ രണ്ടും കൂടി സെലക്ട് ചെയ്യുക. അതിന്റെ 2-3 ലൈൻ അവിടെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഒരു 5 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇല്ല, 5 വേണ്ട, നമുക്കൊരു ലൈന് സെലക്ട് ചെയ്തിട്ട്
1 ഇഞ്ച് കൊടുക്കുക, 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുക, ഒരു 4 കൂട്ടിരിക്കുക. എക്സ്ട്രാ വന്നിട്ടുള്ള ലൈനുകളൊന്ന് ഡിലീറ്റ് ആയി കൊടുക്കുക. താഴെയും വേണമെങ്കിൽ ഒന്ന് ഡിലീറ്റ് ആക്കുക. അതിനുശേഷം നമുക്കവിടെ വൈറ്റ് ലൈൻ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മളിവിടെ വൈറ്റ് കളർ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വൈറ്റ് കളർ കൊടുക്കുക. ഇവിടെ ലൈനുകൾ മിസ്സായിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് 4 ലൈന് കോപ്പി ചെയ്യുക. 4 വൈറ്റ് ലൈന് കോപ്പി ചെയ്യുക. കോപ്പി അല്ല, സെലക്ട് ചെയ്തിട്ട് മിറർ ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്ന് മിറർ ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഇതിനെ ഇങ്ങോട്ടേക്ക് 150 മൂവ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഡോർ അവിടെ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ഇവിടെ കളർ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ആ കളറ് ബ്ലാക്ക് കളർ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട് ഇത്രേ ഉള്ളൂ. ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആർക്കെങ്കിലും പിന്നെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതിനകത്ത് ടെക്സ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ഈ ഡോറുകൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഒന്ന് ചോദിച്ചാൽ മതി. സ്ക്രീൻഷോട്ട് അയച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അവിടെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.